രാവിലെ വീട്ടിന് വെളിക്ക് ഇറങ്ങിയത് അമ്മയും അച്ഛമ്മയും തമ്മിലുള്ള വഴക്കാണ് കാണുന്നത്. അച്ഛമ്മയാണെങ്കിൽ പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. രാവിലെ കണി കണ്ട് മുറ്റത്തിറങ്ങുന്നത് ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ്. സ്വയം ഒറ്റയ്ക്ക് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് മൂപ്പരാള്. ആ സമയത്ത് അമ്മ വെട്ടുകത്തി എടുത്തിട്ടാണ് നടക്കണത്. വേറൊന്നിനുമല്ല, വിറക് വെട്ടാനാണ്. അമ്മന്റെ കയ്യിലുള്ള വെട്ടുകത്തി കണ്ടിട്ടാണ് തോന്നുന്നത് കുറച്ചു നേരം കയ്യും കെട്ടി മിണ്ടാണ്ടിരിക്കേണ്ട അച്ഛമ്മ. അമ്മ അച്ഛമ്മന്റെ ഉമ്മറത്ത് കൂടെ നടന്ന് അപ്പുറത്തേക്ക് പോയതും അമ്മ കേൾക്കാത്ത രീതിയിൽ ഇതിനും കാട്ടി വലിയ കത്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കാണിച്ചിട്ടൊന്നും എന്നെ പേടിപ്പിക്കേണ്ട അത്ര. കണ്ണിൽ ചൂടായി ഞാൻ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് അച്ഛമ്മന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടിയ കണ്ണാടി ഇട്ടിട്ടാണ്. ഈ അമ്മായിമ്മ മരുമകളുടെ വഴക്ക് കണ്ടിട്ടിരുന്ന നമുക്ക് പ്രാന്താവെന്ന് പറഞ്ഞ് ഞാനിപ്പോ പണിയുന്ന പുതിയ വീടിന്റെ മുകളിലേക്ക് കയറുകയാണ്. അമ്മായിമ്മ മരുമക്കൾ വഴക്ക് നിർത്താൻ വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന പുതിയ വീട്ടിൽ എന്റെ പണിതുകൊണ്ടിരിക്കുന്ന മുറിയിലാണ് കേട്ടോ. രണ്ടും ഇതുപോലെ ഇരിക്കാൻ പറ്റുന്ന ജനലുകളാണ് ഉള്ളത്. ഇവിടെ നോക്കിയാൽ താഴെ എന്റെ അച്ഛമ്മ ഇരിക്കുന്നത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. പണ്ട് മുതലേ കറണ്ട് ഇല്ലാണ്ട് പ്രവർത്തിക്കുന്ന ഒരു CCTV ആണ് എന്റെ അച്ഛമ്മ. ഞാൻ മുകളിൽ ഇരിക്കുമ്പോഴേക്കും അച്ഛമ്മന്റെ പെൻഷൻ കാശ് വന്നു. അതൊന്നും ഒരു 500 എടുക്കുമ്പോഴേക്കും അത് താടാന്ന് പറഞ്ഞ് എന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് അത് എവിടെ ഒളിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞ് നോക്കുകയാണ്. എനിക്കൊന്നും ഞങ്ങളുടെ പൈസ വേണ്ടെന്ന് പറഞ്ഞ അച്ഛമ്മയ്ക്ക് എന്നെ തിരിച്ചു കൊടുത്ത് നല്ല കറുപ്പട്ട് കിട്ടിയിട്ട് അമ്മന്റെ ചായ വെക്കാൻ പറഞ്ഞ് അത് കുടിച്ച് റെഡി ആയിട്ട് ഒരു കല്യാണം ഉണ്ട്, അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പഴയ മോഡൽ സ്കൂട്ടർ എടുത്തിട്ടാണ് പോണത്. അങ്ങനെ പോണ വഴിക്ക് നല്ലൊരു മഴയൊക്കെ കൊണ്ട് അമ്പലത്താണ് കല്യാണം. അതുകൊണ്ട് അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഈ കണ്ണാടി ഇട്ടതുകൊണ്ട് MGRന്റെ മാതിരി ഇല്ലേന്ന് എല്ലാവരുടെയും ചോദിക്കുമ്പോൾ MGR അല്ല, നീ കരുണാനിധിനെ പോലെ ഉണ്ട് ഇത്ര. അങ്ങനെ അവിടുന്ന് കല്യാണമൊക്കെ കൂടി അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദവും കഴിച്ച് ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. അച്ഛമ്മയ്ക്ക് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് കിട്ടിയ കണ്ണാടി ആണെങ്കിൽ പോലും ഞാൻ ഇടുമ്പോൾ നന്നായിട്ടുണ്ട് കാണാൻ. അങ്ങനെ അവിടെ കുറെ നേരം കൂട്ടുകാരന്മാരുടെ ഒപ്പം ഇരുന്ന് അവിടുത്തെ പരിപാടികളൊക്കെ കണ്ട് കുറച്ചു നേരം കൂട്ടുകാരുടെ മൊബൈലിൽ ഗെയിമും കളിച്ച് നല്ലൊരു സാപ്പാടും കഴിച്ച് നല്ല പാലട പായസം കുടിച്ച് കണ്ണുവേദന ആയതുകൊണ്ട് കുറച്ചു നേരം കൂട്ടുകാരന്മാരുടെ ഒപ്പം ഇരുന്ന് നേരെ വണ്ടിയിൽ പെട്രോളും അടിച്ച് തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മന്റെ സ്പെഷ്യൽ മുട്ടച്ചോറും ഉണ്ടായിരുന്നു. അതും കഴിച്ച് കണ്ണിൽ ഓയിൽമെന്റും തുള്ളിമരുന്നൊക്കെ ഇട്ടിട്ട് മിണ്ടാണ്ട് കിടക്കട്ടെ ഒന്ന്. അപ്പൊ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.